എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ഒക്ടോബർ 26 ഞായറാഴ്ച. അങ്ങനെ 2 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് നമ്മൾ നാളെ. ഏതാനും ചില ദിവസങ്ങളായി, ഏകദേശം ഒരു 2 വീക്സ് 3 വീക്സ് ആയി കാണും വീഡിയോ ചെയ്തിട്ട്. മറ്റൊന്നുമല്ല, ഞാൻ ട്രേഡിങ്ങിൽ നിന്ന് തന്നെ ഒരു 2 വീക്സ് മാറി നിന്നു. കാരണം എല്ലാവരും ചോദിച്ചു എന്താണ്. ഒന്നുമില്ല, ചെറിയ ഒരു സമയദോഷം എല്ലാവർക്കും വരും. ഇത് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അനുഭവിച്ചവനാണ്. അതുകൊണ്ടാണ് അല്പം നമുക്ക് നമ്മുടെ സമയം എന്ത് ചെയ്താലും നമുക്ക് നമ്മുടെ വരുതിയിലേക്ക് വരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറി നിൽക്കുന്നതാണ് ഉചിതം. അതുകൊണ്ടാണ് കുറച്ച് ദിവസം മാർക്കറ്റിൽ നിന്ന് മാറി നിന്നത്. നമുക്ക് നമ്മുടേതായ സമയങ്ങളും നമ്മുടേതായതും വരട്ടെ. അപ്പോഴാണ് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ലഭിക്കുകയുള്ളൂ. തൽഫലമായാണ് ഞാൻ അല്പം മാറി നിന്നത്. ഏതായിരുന്നാലും കുറച്ച് സുഖം തോന്നുന്നു. നാളെ മുതൽ ആക്റ്റീവായി കാണും. മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് ഉള്ളത്. ഈ മാസം തന്നെ ഒക്ടോബർ മാസത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒക്ടോബർ 1 മുതൽ 25,795 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. 26,104 വരെ വന്നു. കേവലം ഒരു ചെറിയ ഇടിവ്. അതായത് കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം 3 സെഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സെഷൻ നമുക്ക് കൂട്ടേണ്ടതില്ല, കാരണം മുഹൂർത്ത് ട്രേഡിംഗ് ആയിരുന്നു 1 അവർ. അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് 3 സെഷനിൽ ഒരു സെഷൻ മാത്രമാണ് ഹൈയിൽ ക്ലോസ് ചെയ്തത്. ബാക്കിയുള്ള 2 ദിവസവും ഒരു സെല്ലിംഗ് പ്രഷറാണ് നമുക്ക് കാണപ്പെട്ടത്. അപ്പോൾ ഈ ഒക്ടോബർ മാസം മാത്രം 1,500ഓളം പോയിന്റ് മുകളിലേക്ക് വന്നു എന്നുള്ളതാണ്. അതിൽ നിന്നും ചെറുതായി കുറഞ്ഞ് ഒരു 300 പോയിന്റോളം കുറഞ്ഞ് 25,795 ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഇനി അടുത്ത ആഴ്ച മാർക്കറ്റ് എങ്ങോട്ടാണ്? ഇനിയും മുകളിലേക്ക് പോകുമോ? ആൾ ടൈം ഹൈ ആയ 26,275 എന്നുള്ള ലെവൽ ക്രോസ് ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ ഒരു മൂവ്മെന്റിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം പ്രീവിയസ് വീക്കിൽ സംഭവിച്ച കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്യാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വരുന്ന ഇവൻസുകളും അതുപോലുള്ള മറ്റ് പരിപാടികളിലും നമ്മുടെ മാർക്കറ്റ് എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്യും. അതായത് റിസൾട്ട് ഉണ്ട്, ഏർണിങ്സ് റിപ്പോർട്ട് വരാനുണ്ട്, അതുപോലെ തന്നെ ഫെഡ് ചെയർപേഴ്സന്റെ സ്പീച്ച് വരാനുണ്ട് നെക്സ്റ്റ് വീക്ക്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്. US ഇന്ത്യ തമ്മിലുള്ള ട്രേഡിംഗ് ഡീൽ ഏകദേശം ഒരു പരിപൂർണ സമാപ്തിയിലേക്ക് എത്താൻ നിൽക്കുന്നു. എല്ലാം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾക്ക് ജനറൽ ചാനലിൽ ജോയിൻ ചെയ്യാം. അവിടെ നിന്നും ഞങ്ങൾക്ക് ഒരു പ്രീമിയം ചാനൽ കൂടെ ഉണ്ട്. അതിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, പ്രീവിയസ് വീക്കിനെ സംബന്ധിച്ചിടത്തോളം മെയിനായി നമുക്ക് മാർക്കറ്റിന് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് വരാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഇന്ത്യ US ട്രേഡിംഗ് ഡീലിൽ വന്ന ചെറിയ ഒരു മാറ്റം തന്നെയാണ്. ഒരു ശുഭസൂചകമായി മാധ്യമങ്ങൾക്കെല്ലാം തന്നെ, അതായത് അവർ റിപ്പോർട്ട് കൊടുത്ത പ്രകാരം ഇപ്പോൾ നിലവിൽ 50% നവംബർ 1 മുതൽ നിലവിൽ വരും എന്നിരിക്കെ അവർ തന്നെ മുൻകൈ എടുത്ത് ഒരു 34 അല്ലെങ്കിൽ 35% റെഡ്യൂസ് ചെയ്ത് 15 അല്ലെങ്കിൽ 16% താരിഫിലേക്ക് ഇന്ത്യയെ എത്തിക്കാനുള്ള ഒരു നിലപാട് എടുക്കുന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂസ് വന്നതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ഒരു നല്ല ഹൈ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമ്മുടെ നിഫ്റ്റി മാർക്കറ്റ് നടത്തിയത്. അപ്പോൾ അതൊരു പ്രധാന ഘടകം തന്നെയാണ്. രണ്ടാമത്തത്, FIs ബൈയിങ് സൈഡിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അവർ ചെറിയ ബൈയിങ് ആണ് നടത്തിയെങ്കിലും പക്ഷേ അവർ ബൈയിങ് സൈഡിലേക്ക് വന്നു എന്നുള്ളതും ഒരു പ്രധാന ഘടകം തന്നെയാണ് മാർക്കറ്റ് മുകളിലേക്ക് വരാനുള്ളത്. മറ്റൊന്ന്, US ഇൻഫ്ലേഷൻ ഡാറ്റ കഴിഞ്ഞ ഫ്രൈഡേ വന്നിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്തത് 3.1% ആണ്. പക്ഷേ ബിലോ ആണ് റിസൾട്ട് വന്നിരിക്കുന്നത്. 3% ആണ്. അതും ഒരു കാരണമായിട്ടുണ്ട്. ഇനി ഏർണിങ്സ് റിപ്പോർട്ടുകൾ, റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളിലെല്ലാം തന്നെ ഒരു പോസിറ്റീവ് റിസൾട്ടാണ്, ഒരു എനർജറ്റിക് റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതും മാർക്കറ്റിന് മുകളിലേക്ക് വരാൻ പരമാവധി
സഹായിച്ചിട്ടുണ്ട്. അതായത് HDFC ബാങ്ക്, റിലയൻസ്, അതേപോലെ IT കമ്പനികളായ TCS നല്ല ഏർണിങ്സ് റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ എല്ലാം തന്നെ മാർക്കറ്റിനെ മുകളിലേക്ക് വരാൻ സഹായിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ലാസ്റ്റ് ഫെഡ് മീറ്റിംഗിൽ ജെറോം പവൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു. 2025 രണ്ടിലധികം ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് നടത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് ഫെഡ് മീറ്റിംഗ് നടക്കുകയാണ്. അതിലൊരു 25 ബേസിസ് പോയിന്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിങ് ഉണ്ടാകും എന്നുള്ള ഒരു ശുഭസൂചകമായ വാർത്തയാണ് വന്നിരിക്കുന്നത്. അതും ഒരു പ്രധാന ഘടകം തന്നെയാണ്. മറ്റൊന്ന്, US ചൈന ട്രേഡിംഗ് ഡീൽ, അവരുടെ ചർച്ചകൾ മലേഷ്യയിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൻ്റെ റിസൾട്ട് ഔട്ടായിട്ടില്ല. അത് ഇപ്പോൾ നിലവിൽ 35% ആണ് ചൈനയ്ക്ക് US വിധിച്ചിരിക്കുന്നത്. പ്ലസ് നവംബർ മുതൽ 100% കൂടെ ഇൻക്ലൂഡ് ആയി 135% താരിഫാണ് ചൈനയ്ക്ക് വരാനിരിക്കുന്നത്. എന്നാൽ മലേഷ്യയിൽ നടക്കുന്ന ചർച്ചയിൽ അത് റെഡ്യൂസ് ചെയ്യാനും 50% താഴെയിലേക്ക് കൊണ്ടുവരാനുമുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിന് മുകളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് അനുമാനിക്കുന്നത്. അതേസമയം തന്നെ മാർക്കറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതായത് വരാനിരിക്കുന്ന ആഴ്ചയിൽ മാർക്കറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ചൈനയും US തമ്മിലുള്ള ട്രേഡിംഗ് ഡീൽ അത് ഒരു പരിസമാപ്തി, ഒരു ശുഭസൂചകമായി അവസാനിച്ചിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ഇൻട്രസ്റ്റ് റേറ്റ് വരും. അപ്പോൾ അതിന് ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാവും. രണ്ടാമത്തത് ബ്രന്റ് ക്രൂഡ് ഓയിൽ $60 താഴേക്ക് പോയതാണ്, തിരിച്ച് 65 വന്നിട്ടുണ്ട്. അതൊരു മൈനസ് പോയിന്റ് തന്നെയാണ്. കാരണം ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിക്കഴിഞ്ഞാൽ $70-75-80 വരെ ക്രൂഡ് ഓയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അത് മാർക്കറ്റിനെ സാരമായി ബാധിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, US മാർക്കറ്റ് ഉയരുമ്പോൾ, അതായത് US മാർക്കറ്റ് ഹൈയിൽ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇവിടെ സെല്ലിംഗ് പ്രഷറാണ് കാണുന്നത്. അതേസമയം ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുമ്പോൾ US മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഫ്രൈഡേ ഇൻഫ്ലേഷൻ ഡാറ്റ വന്നു. അന്ന് മാർക്കറ്റ് ഹൈയിലാണ്. നാസ്ഡാക്ക്, ഡോ ജോൺസ്, S&P എല്ലാം തന്നെ ആൾ ടൈം ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ നമ്മുടെ മാർക്കറ്റ് ഏത് തരത്തിലായിരിക്കും അതിനെ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഏതായിരുന്നാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം സെൻസെക്സ് 260 പോയിന്റ് പോസിറ്റീവിൽ 84,212 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം നിഫ്റ്റി കേവലം 85 പോയിന്റ് പോസിറ്റീവിൽ 25,795 ക്ലോസ് ചെയ്തു. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 0.5% മുതൽ 1% വരെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി സെക്ടർ ബേസിൽ വരികയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒരു 2% പോസിറ്റീവിലാണ്. IT സെക്ടർ 3% പോസിറ്റീവിലാണ്. അതേപോലെ തന്നെ മെറ്റൽ 1.5%, മീഡിയ 1.5%, ഓയിൽ ആൻഡ് ഗ്യാസ് 1% എന്നിങ്ങനെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആട്ടോ സെക്ടറും FMCGയുമാണ് ഈച്ച് 0.5% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. FISന്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച 342 കോടിയുടെ ബയ്യിങ് ആണ് നടത്തിയിരിക്കുന്നത്. അതേസമയം DIS 5,945 കോടിയുടെ ബയ്യിങ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ FIS ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അവരുടെ സെല്ലിംഗ് കമ്മിയാക്കി, അത് കുറച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ബയ്യിങ് മോഡിലേക്ക് എത്തി എന്ന് മാത്രം. അവരുടെ പൊസിഷൻ, ഷോർട്ട് പൊസിഷൻ 90%-ൽ നിന്ന് ഒരു 70-75%-ലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമേ സെല്ലിംഗ് കുറച്ചിട്ടുണ്ട് എന്ന് മാത്രം. അതാണ് നമ്മുടെ മാർക്കറ്റിൽ ഇത്രത്തോളം റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ഈ ഒരു ലെവലിൽ, അതായത് DIS വാങ്ങിക്കുന്നത് പോലെ വാങ്ങിച്ചില്ലെങ്കിലും അവരുടെ ഒരു ബയ്യിങ് സാന്നിധ്യം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നാൽ തന്നെ നമ്മുടെ മാർക്കറ്റ് വളരെയധികം മുന്നിലേക്ക് വരും. കാരണം ഒക്ടോബർ മാസം 244 കോടിയുടെ സെല്ലിംഗ് മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ. അതേസമയം DIS
34,000 കോടിയുടെ ബയ്യിങ് ആണ് ഈ മന്ത്ലി ബേസിൽ നോക്കുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,795 എന്നുള്ള ഒരു റേഞ്ചിലാണ്. അത് 26,000 26,100 എന്നുള്ള ആ റേഞ്ചിലേക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. 26,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആൾ ടൈം ഹൈയായ 26,275 എത്തും. അവിടെ നിന്നും മുകളിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന നവംബർ മാസത്തിൽ നമുക്ക് 27,000 നിഫ്റ്റി വളരെയധികം കൂളായിട്ട് എത്താനുള്ള സാധ്യതയുണ്ട്. അതേസമയം സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 25,700 25,700 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,500 എന്നുള്ള ആ ഒരു ലെവലിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും 26,000 എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് തന്നെയാണ്. ആ ഒരു സോണാണ് 26,000 എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് സോൺ തന്നെയാണ്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം അവിടെ നിന്നും എങ്ങോട്ടാണോ മൂവ്മെന്റ് കൂടുതൽ കാണുന്നത് ആ ഭാഗത്തേക്ക് പോകാനായിരിക്കും കൂടുതൽ സാധ്യത എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 54,200 മുതൽ 58,600 ആ ഒരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടന്നത്. ഈ ഒക്ടോബർ മാസം ഇതുവരെ 2,400 പോയിന്റോളം പോസിറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി എത്തി നിൽക്കുന്നത്. അതായത് നിഫ്റ്റി 1000 പോയിന്റ് പോസിറ്റീവിലാവുമ്പോൾ ബാങ്ക് നിഫ്റ്റി അതിന്റെ ഡബിൾ ആയി മാറുന്നു എന്ന് മാത്രം. അപ്പോൾ 58,600 മുതൽ 58,600 എത്തിയതിന് ശേഷം 57,700 എന്നുള്ള ഒരു ലെവലിലേക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ 57,200 എന്നുള്ള ഒരു സോണാണ്. 57,200 57,350 എന്നുള്ള ഒരു റേഞ്ചാണ് സപ്പോർട്ടായിട്ടുള്ളത്. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 56,700 എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എത്താം. ഇനി അഥവാ 57,000 ഇപ്പോൾ 57,700 എന്നുള്ള റേഞ്ചിലാണല്ലോ ഉള്ളത്. ഇപ്പോൾ ഈ 57,700 നിന്ന് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ 58,100 മുതൽ 58,500 വരെ ബാങ്ക് നിഫ്റ്റി പോകാനുള്ള സാധ്യത നമുക്ക് കാണുന്നു. ആൾറെഡി ബാങ്ക് നിഫ്റ്റി ആൾ ടൈം ഹൈ ക്ലോസ് ചെയ്തല്ലോ. ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഈ നെക്സ്റ്റ് 58,500 എന്നുള്ള ഒരു റേഞ്ചിലേക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം പ്രധാനമായും നെക്സ്റ്റ് വീക്ക്, അതായത് ഒക്ടോബർ 5th വീക്കാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി സെറ്റിൽമെന്റ് ഡേകളാണ്. ഒരു ഹ്യൂജ് വോളറ്റിലിറ്റി ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഇവന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൺഡേ ആൻഡ് ട്യൂസ്ഡേ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. വെനസ്ഡേ ഒക്ടോബർ 29 11:30 PM, അതായത് രാത്രി 11:00 USA ഫെഡ് ഇൻട്രസ്റ്റ് ഡിസിഷൻ വരുന്നുണ്ട്. 4.25% ആണ് നിലവിലുള്ളത്. എക്സ്പെക്ട് ചെയ്യുന്നത് 4% ആണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞൊരു 1/4 മണിക്കൂർ കഴിഞ്ഞ് 11:45 പ്രസ് കോൺഫറൻസ് ഉണ്ട്. അതിനുശേഷം പിന്നീട് വ്യാഴാഴ്ച തേഴ്സ്ഡേ ഒക്ടോബർ 13 8:30 AM രാവിലെ ജപ്പാന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഡാറ്റ വരുന്നുണ്ട്. 0.5% ആണ് നിലവിലുള്ളത്. അത് അങ്ങനെ തന്നെ നിലനിർത്താനാണ് സാധ്യത. ഉച്ചയ്ക്ക് ശേഷം 3:30 EA GDP ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓൺ ഇയർ 1.5% ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 1.25% 0.25% റെഡ്യൂസ് ആണ് പ്രതീക്ഷിക്കുന്നത്. അന്ന് തന്നെ വൈകുന്നേരം 6:45 EA ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനും വരുന്നുണ്ട്. 2.15% ആണ് ഇപ്പോൾ നിലവിലുള്ളത്. എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെ ആ ഒരു സെയിം റേഞ്ചിൽ തന്നെയാണ്, 2.15. ഇനി വെള്ളിയാഴ്ചയാണ് ഒക്ടോബർ 31 വൈകുന്നേരം 3:30 PM EA ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്. ഇയർ ഓൺ ഇയർ 2.2% ആണ്. അത് എക്സ്പെക്ട് ചെയ്യുന്നത് 2.1% ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇവൻറ്റ്സുകളായിട്ട് വാച്ച് ചെയ്യാനുള്ളത്. അതിൽ പ്രധാനമായും വെനസ്ഡേ USA ഫെഡ് ഇൻട്രസ്റ്റ് ഡിസിഷൻ ഡാറ്റ നമ്മൾ വാച്ച് ചെയ്യണം പ്രധാനമായും. അതും അതിനുശേഷമുള്ള പ്രസ് കോൺഫറൻസുമാണ് വാച്ച് ചെയ്യേണ്ടത്. ഇനി അടുത്ത ആഴ്ച ഏതെല്ലാം കമ്പനികളുടെ റിസൾട്ടാണ് ഉള്ളത് എന്നുള്ളതൊന്ന് വാച്ച് ചെയ്യാം. ഇത് ഇവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നോക്കുക. മുകളിലേക്ക് പോവുകയാണെങ്കിൽ എടുത്തിട്ടാൽ തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നാളെ 27 ബാറ്റ ഇന്ത്യ, IOC, SRF, റൈമണ്ട് എന്നിവയുടെ റിസൾട്ട് വരുന്നുണ്ട്.
മറ്റന്നാൾ 28-ന് ശ്രീറാം സിമന്റ്, TVS മോട്ടോർ, M&M ഫിനാൻസ്, ഈ ഒരു 3 കമ്പനികളുടെ പ്രധാന കമ്പനികളുടെ റിസൾട്ടുകളാണ് വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ 29-ാം തീയതി CG പവർ, ഹിന്ദ് പെട്രോ, അതുപോലെ തന്നെ LNT, LIC ഹൗസിംഗ് ഫിനാൻസ് എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് വരാനിരിക്കുന്നത്. 30-ാം തീയതി വ്യാഴാഴ്ച കാനറ ബാങ്ക്, സിപ്ല, ഡാബർ, DLF, ഹ്യൂണ്ടായി, സ്വിഗ്ഗി, 6ഓളം കമ്പനികളുടെ റിസൾട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. ലാസ്റ്റ് 31-ാം തീയതി വെള്ളിയാഴ്ച ACC സിമന്റ്, ബാങ്ക് ഓഫ് ബറോഡ, ബെൽ, അതുപോലെ തന്നെ മാരുതി, ഇത്രയും കമ്പനികളുടെ, അതായത് 4ഓളം കമ്പനികളുടെ വെള്ളിയാഴ്ച നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയും കമ്പനികളുടെ റിസൾട്ടുകൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് അനലൈസിലേക്ക് വരാം. അതോടൊപ്പം തന്നെ നാളെ ഇൻട്രാഡേ ലെവലിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളും നമുക്കൊന്ന് പരിശോധിക്കാം. നോക്കൂ, ഇത് മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ടിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 24,620, ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 24,606, അതായത് കേവലം ഒരു 14 പോയിന്റ് മാത്രമേ താഴത്തേക്ക് വന്നിട്ടുള്ളൂ. അതിനുശേഷം ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 26,104. അപ്പോൾ ഈ മാസം ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് വീക്കിലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിലാണ് നമുക്കുള്ളത്. നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഇപ്പോൾ 25,795 ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 25,950, 26,000 എന്നുള്ള ഇതാണ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട്. അതിനുശേഷം 26,100 വരെ ഈ ഒരു സോണ് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാം. ഇതിന് മുകളിൽ 26,100 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് 26,275 എന്നുള്ള ഒരു റേഞ്ച്, അതായത് ആൾ ടൈം ഹൈയിലേക്ക് വരാം. അതിന് മുകളിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. സപ്പോർട്ട് 25,700 അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 25,550 ഈ ഒരു റേഞ്ചിലേക്ക് വരാം. ഇവിടെ നിന്നും സപ്പോർട്ട് എടുക്കാം. ഏതായിരുന്നാലും 26,000 എന്നുള്ള ഈ ഒരു റേഞ്ച് നമുക്ക് പ്രത്യേകം വാച്ച് ചെയ്യേണ്ടതാണ്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാണെങ്കിൽ ഇപ്പോൾ 57,699 അതായത് 57,700 എന്നുള്ള സോണിൽ നിന്ന് നമുക്കിനി സപ്പോർട്ടായിട്ട് നോക്കൂ, ഈ ഒരു സോണാണ് നമുക്ക് സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യാനുള്ളത്. 57,350 ടു 57,200 ഈ ഒരു റേഞ്ച്. ഓക്കെ, അതിനും താഴെ, അതായത് 57,200 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇവിടെ നോക്കൂ, 57,600. ഇനി ഇതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ഒരു സോണാണുള്ളത്. 56,700 ഈ ഒരു റേഞ്ചിലാണ് നമുക്ക് നെക്സ്റ്റ് വാച്ച് ചെയ്യേണ്ടത്. 56,000 ഈ ഒരു 56,700. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട്. ഇൻ കേസ് മേലേക്ക് പോവുകയാണെങ്കിൽ 58,100, 58,100 മുതൽ 58,500 ഈ ഒരു റേഞ്ച് വരെ പോകാം. അതിന് മുകളിലേക്ക് ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ. നിഫ്റ്റിയുടെ 15 മിനിറ്റ്സ് ക്യാൻഡിലാണ് ഇത്. നമുക്ക് നാളെ സപ്പോർട്ടായിട്ട് ഇപ്പോൾ 25,797 സപ്പോർട്ട് ലെവല്, 25,650 താഴെ ബ്രേക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് എടുത്ത് പോകാവുന്നതാണ്. റെസിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സോണിൽ നിന്ന് എടുത്ത് പോകാവുന്നതാണ്. 25,855. ഓക്കെ, 25,855. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ സപ്പോർട്ടായിട്ട് സോണ് 57,400, റെസിസ്റ്റൻസ് ആയിട്ട് 57,844. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചു നിർത്തുന്നു.